ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് അഗ്ലോണിമ ചെടിയെ കുറിച്ചിട്ടാണ് കേട്ടോ. ഇത് എൻ്റെ വീടിൻ്റെ പുറത്താണ് ഈ അഗ്ലോണിമ ഇരുന്നിരുന്നത്. പിന്നെ ഈ ചെടിയുടെ ഒരു ഭംഗി കണ്ടപ്പോൾ ഞാനിപ്പോൾ അകത്തേക്ക് എടുത്ത് വെച്ചതാണ്. ഇപ്പോൾ ഇലകളുടെ ഒരു നിറം, അതിൻ്റെ ഒരു ഭംഗി, അതുപോലെ ആ പ്ലാസ്റ്റിക് പോലുള്ള ആ ഒരു ഇലകളും അതുപോലത്തെ ഗ്ലേസിങ്ങും ഇതൊക്കെ അഗ്ലോണിമ ചെടിയെ നമുക്ക് പ്രിയപ്പെട്ട ഒരു ചെടിയാക്കി മാറ്റിയിട്ടുണ്ട്. ഞാനും ചെറിയ തോതിൽ ഇതിൻ്റെ കളക്ഷൻ നടത്തുന്നുണ്ട്. ഒരു 3-4 വെറൈറ്റി ഒക്കെയാണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത്. ഞാൻ പറയാൻ വന്നത് ഒരു ചെറിയൊരു അത്ഭുതത്തെ കുറിച്ചിട്ടാണ്. സാധാരണ നമ്മൾ കമ്പ് നട്ടിട്ടാണല്ലോ ഈ അഗ്ലോണിമ ചെടിയുടെ അടുത്ത ഇതുണ്ടാക്കാറ്. പക്ഷെ കഴിഞ്ഞ ദിവസം എൻ്റെ വീടിൻ്റെ ചെടിച്ചട്ടിയിൽ ഒരു കുഞ്ഞ് അഗ്ലോണിമ ചെടി തനിയെ മുളച്ച് വന്നത് എൻ്റെ ശ്രദ്ധയിൽ പെട്ടു. ഇത് ഈ ഒരു അവസ്ഥയിൽ ഇപ്പം ആവാനായിട്ട് ഒരു 4 മാസം എടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം ഇത് കാണുമ്പോൾ ഒരു കുഞ്ഞൊരു അല്ല ഒരൊറ്റ ഇലയായിട്ടാണ് ഈ ചെടിച്ചട്ടിയിൽ മുളച്ച് നിന്നിരുന്നത്. ആദ്യം എനിക്ക് മനസ്സിലായില്ല ഇത് എന്താണ് ഈ മുളച്ച് വരുന്നതെന്ന്. അങ്ങനെ പതുക്കെയാണ് എനിക്ക് മനസ്സിലായത് ഇത് അഗ്ലോണിമയുടെ തൈ ആണല്ലോ എന്ന്. എങ്ങനെയാണ് അഗ്ലോണിമയുടെ തൈ മുളയ്ക്കുക? അത് വേറെ എന്തെങ്കിലും വീണിട്ടാണോ എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ ഒന്ന് രേഖപ്പെടുത്തണം. ഇങ്ങനെ നിങ്ങളുടെ വീടുകളിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ എൻ്റെ കയ്യിലിതാ ഈ ഒരു റെഡ് ലിപ്സ്റ്റിക്ക്, അഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക്ക് ഉണ്ട്. പിന്നെ ഇതാ ഇത് വേറൊരു അഗ്ലോണിമയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു 2-3 തരം, പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച പോലത്തെ അഗ്ലോണിമ, അങ്ങനെ 2-3 തരം അഗ്ലോണിമയാണ് എൻ്റെ കയ്യിലുള്ളത്. ഞാൻ വിചാരിക്കുന്ന അതിൽ ഞാൻ ആദ്യം കാണിച്ച അഗ്ലോണിമ ഉണ്ടല്ലോ അതിൻ്റെ കുഞ്ഞായിരിക്കാം ഈ ചെടിച്ചട്ടിയിൽ വന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പ്രത്യുൽപാദന രീതിയെക്കുറിച്ച് അറിയുമെങ്കിൽ, ഇങ്ങനെ തനിയെ ഇത് മുളച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആ ഒരു കാര്യം കൂടി ഒരു കമൻറ്റിൽ രേഖപ്പെടുത്തണം. അപ്പോൾ ഈ ഒരു കാര്യം കാണിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ഇട്ടത്. അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷമായി ഇത് കണ്ടപ്പോൾ. തനിയെ ഈ ചെടി മുളച്ചല്ലോ എന്നുള്ളത് ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നി. ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിൽ പറയണം. അപ്പോൾ ശരി, ഓക്കെ, ബൈ.